को और एक अच्छा നമ്മൾ മത്തായി സുവിശേഷം 25 അധ്യായം 46 പറയുന്ന വാക്യത്തിലെ ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. आज हम लोग मत्ती का पुस्तक 25वां अध्याय 44 में लिखा हुआ बातों को हम पढ़ेंगे। ഇവിടെ ആ, നീതിമാന്മാരുടെയും പാപികളുടെയും രണ്ട് നിത്യതയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. सॉरी 46 में जब हम पढ़ते समय में धर्मी लोगों का और अधर्मी लोगों का अनंत अवस्था क्या होगा करके हम पढ़ते हैं। അവിടെ നമ്മള് ആ, ചിലർ അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. वहां पर हम पढ़ते हैं कि कुछ लोग हैं जो अनंत दंड के भागी होंगे, परंतु जो धर्मी है वो अनंत जीवन प्राप्त करेंगे में प्रवेश करेंगे। അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ, മനുഷ്യൻ ഒരു താൽക്കാലികമായ നിലയിൽ 70-80 വർഷം മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. मनुष्य जो है स्वाभाविक रीति से 60 70 80 साल जीने वाला मनुष्य है। അപ്പോൾ ഒരു 70-80 കൊല്ലം മനുഷ്യൻ ചെയ്ത പാപത്തിന് നിത്യകാലം മുഴുവനും എന്തുകൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു എന്നതിന്റെ ഒരു യുക്തിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. तो ऐसा क्यों है कि एक 70 80 90 साल तक जो मनुष्य जीने के बाद उसके बाद उसका जो पाप का जो सजा है, अनंत काल का दंड है, विनाश है करके, उसके पीछे क्या कारण है उस विषय में हम देखेंगे। അവന്റെ 60-70 അല്ലെങ്കിൽ 80 കൊല്ലത്തെ ജീവിതം, അല്ലെങ്കിൽ ഒരു പാപി അവന് ഒരു 15-ാമത്തെ വയസ്സിൽ ഒരു പാപി മരിച്ചു പോയാൽ അവനെ 15 വർഷം കൊണ്ട് ചെയ്ത പാപത്തിന് നിത്യയുഗം മുഴുവനും അവന്, അല്ലെങ്കിൽ അനന്ത നിത്യതയിൽ മുഴുവനും പാപത്തിന് ശിക്ഷ അനുഭവിക്കണം എന്നുള്ളത് ഉള്ള ദൈവനീതി എന്ത് എന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. तो सबसे पहले बात, एक पापी जब मर जाते समय में, भले ही वो बचपन में ही मर जाता हो या जवानी में ही मरते समय पे, ऐसा क्यों है कि जब एक पापी मर जाने के बाद उसको अनंत दंड मिलने का पीछे का परमेश्वर का, हाँ, धार्मिकता कैसा उसमें मौजूद है या दिखाई देता है, ये हम देखेंगे। അപ്പോൾ നമുക്ക് ഈ കാര്യം മാനുഷികമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. स्वाभाविक रीति से ये सब बातें हमको समझ में नहीं आएगा। ആയതുകൊണ്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായി കർത്താവിന്റെ വചനത്തിന്റെ പ്രകാശനം നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കണം. കാരണം നമ്മള് ഒരു പാപം ചെയ്താലും 1000 പാപം ചെയ്താലും നിത്യമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ദൈവനീതി എന്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. उसके लिए हमें परमेश्वर का धार्मिकता को समझना है कि एक व्यक्ति भले एक पाप कर रहा हो या 1000 पाप कर रहा हो, लेकिन वो पापी मरने के बाद अनंत दंड क्यों वो सहेगा, जिसके पीछे परमेश्वर का धार्मिकता है करके हम देखेंगे। നമ്മളിവിടെ വായിക്കുന്നു, അതായത് നമ്മൾ കാണാൻ ചരിത്രത്തിൽ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏകദേശം 60 ലക്ഷം യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. जानते हैं कि इतिहास में पढ़ते समय में हिटलर के विषय में, जिसने लगभग 60 लाख यहूदियों को मारा। അപ്പോൾ തന്നെ ഒരു പാപം മാത്രം ചെയ്ത ഒരു വ്യക്തി മരിച്ചാലും ഹിറ്റ്ലറിനെ പോലെ നിത്യമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. परंतु उसी के साथ साथ और दूसरा एक पापी जिसने शायद एक ही पाप किया होगा, वो व्यक्ति को भी हिटलर के समान अनंत दंड का सजा भुगतना पड़ेगा। അപ്പം പാപം ചെയ്തതിന്റെ ആ ഡ്യൂറേഷൻ, അതിന്റെ നിത്യദണ്ഡനം അനുഭവിക്കുന്നതിന്റെ കാലഘട്ടം എന്തുകൊണ്ടാണ് ഇത്ര ദൈർഘ്യമായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അതിന് അവസാനമില്ലാത്തത് എന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ രക്ഷയെ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ അത് അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ്. तो ऐसा क्यों है कि बड़ा पाप करो या छोटा पाप करो, तो छोटा पाप करने के बाद भी वो वो पापी को अनंत काल के लिए, सर्वदा के लिए नरक में का दंड उसको जो सहना पड़ेगा, जो समय काफी बहुत लंबा समय, अनंत समय तक उसको झेलते रहना पड़ेगा। ऐसा क्यों है? छोटा पाप करने वाला व्यक्ति को भी अनंत काल तक उसको सजा भुगतने रहना है। അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മള് ഇതിനോടുള്ള ബന്ധത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ
ആ, നിത്യത അല്ലെങ്കിൽ ദൈവം അനന്തമായ ജീവനുള്ളവനാണ്, നിത്യതയുള്ളവനാണ്, അവന്റെ മഹത്വം നിത്യമാണ്, അവന്റെ നീതി നിത്യമാണ്. എല്ലാം ഒരു താൽക്കാലികമായ ആസക്തമല്ല ദൈവത്തിനുള്ളത്. ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവ വിശേഷങ്ങളെ നമ്മൾ വ്യക്തമായി അറിയണം. उसके उसके लिए सबसे पहला हमें परमेश्वर का नित्य स्वभाव को हमें जानना जरूरी है। परमेश्वर अनंत अनंत काल का है, अनंत है। उनका स्वभाव, उनका उनका बाकी सब बातें, उनका ईश्वरीय गुण, सब बातें देखा जाए तो सब अनंत काल का है। അപ്പൊ ദൈവത്തിന്റെ ഗ്ലോറി അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത് നിത്യമാണ്. प्रभु का महिमा अनंत काल का है। അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിന് എതിരെയുള്ള മനുഷ്യന്റെ എതിർപ്പാണ് അല്ലെങ്കിൽ ശത്രുതയാണ് പാപം എന്നുള്ളത് കൊണ്ട് വേദപുസ്തക അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തുന്നത്. परमेश्वर के खिलाफ का बात है, या परमेश्वर के खिलाफ बलवा करने का स्वभाव को है, पाप करके वचन प्रकट करता है। അതായത് ദൈവത്തിന്റെ ഹോളിനെസ് നിത്യമാണ്, അനന്തമാണ്, ഇൻഫൈനറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലവും നിലനിൽക്കും, അതിന് पर, അവസാനമില്ല. परमेश्वर का पवित्रता भी अनंत है, सर्वदा के लिए है, कभी खत्म नहीं होता। അപ്പം നിത്യനായ ദൈവത്തോട് ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഒരു താൽക്കാലികമായ വഴിയിലൂടെ അതിനൊരു പരിഹാരം വരുത്തി അതിന് ഒപ്പുതീർപ്പ് വരുവാൻ ദൈവത്തിന്റെ ഈ നിത്യ സ്വഭാവത്തിന് കഴിയുകയില്ല. तो परमेश्वर जो अनंत काल का है या अनंत है, ये अनंत स्वभाव के सामने हम लोग भले ही जो छोटा पाप हम लोग भले ही करता हो, जिसका कोई छोटा वैल्यू ही रहेगा, परंतु परमेश्वर के सामने जब देखा जाए तो क्योंकि उनका स्वभाव अनंतता का है, इसलिए वो सजा भी वो छोटा पाप को भी अनंत काल का ही देता है। അപ്പൊ ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തോട് മനുഷ്യൻ ചെയ്യുന്ന പാപം, അത് നമ്മളെ വചനത്തിൽ വളരെ വ്യക്തമുണ്ട്. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അത് സഹജീവികളോടുമുണ്ട്, സമുദായത്തോടുമുണ്ട്, അത്യാധികമായി അത് ദൈവത്തോടുമാണ് അവൻ പാപം ചെയ്യുന്നത്. हम जानते हैं कि मनुष्य जब पाप करते समय में वो भले ही व्यक्तिगत रीति से पाप करता हो, परंतु वो समूह के खिलाफ भी पाप करता है, बाकी जीवियों से खिलाफ पाप करता है और परमेश्वर के खिलाफ पाप करता है। അപ്പൊ നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. तो इस विषय को समझने के लिए हम थोड़ा एक उदाहरण बोलकर आगे बढ़ेंगे। നമ്മള് ഒരു യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ എടുക്കാം. उदाहरण के लिए एक 12 साल का एक युवक को हम लेंगे। അവന് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കാൻ ചിന്തിക്കട്ടെ. सोचो कि वो 7वां कक्षा में पढ़ता है അവന്റെ ക്ലാസ്മേറ്റിനോട് ഒരു ആകാത്ത വാക്ക് പറഞ്ഞു. और उसने अपना क्लासमेट को, अपना दोस्त को एक गलत शब्द कहा। അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വിളിക്കാം, അതായത് നമുക്ക് ഉദാഹരണം മനസ്സിലാക്കാനായിട്ട് അവന്റെ ക്ലാസ്മേറ്റിനെ കഴുതി എന്ന് വിളിക്കുന്നു എന്നിരിക്കട്ടെ. उदाहरण के लिए, समझने के लिए, उसने अपना वो लड़के ने अपना दोस्त को गुस्से में गधा करके कहा। അപ്പോൾ അത് ക്ലാസ് ടീച്ചർ അത് ഉടനെ കേൾക്കുന്നു. तो तुरंत क्लास टीचर ने उसको सुना। അപ്പോൾ ഈ വിളിച്ച വ്യക്തിയേക്കാൾ ക്ലാസ് ടീച്ചറിന് നീതിബോധമുള്ളത് കൊണ്ട് ഒരു ശിക്ഷാക്രമം അവിടെ കൊണ്ടുവരേണ്ടത് ആവശ്യമെന്ന് കണ്ടിട്ട് ആ ക്ലാസ് ടീച്ചർ അവനെ ബെഞ്ചെ കയറ്റി നിർത്തി അവനെ 10 പ്രാവശ്യം ഏത്തി ഇടിക്കുന്നു ചിന്തിക്കുക. तो सोचो कि वो टीचर जो है धर्मी टीचर है, और जब उसने देखा कि गलत बात हुआ है तो जिसने उस विषय में गाली दिया या गलत बोला, उस बच्चे को सबके सामने क्लास में खड़ा किया, बेंच में खड़ा करके 10 बार उठक बैठक किया, सजा दिया उसको। എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഈ ടീച്ചറെ തന്നെ കഴുതേന്ന് വിളിക്കുന്നു. अब कुछ दिनों के बाद ये लड़का को गुस्सा आकर टीचर को ही गधा करके बुलाया। അപ്പോൾ അവൻ ആദ്യം കൊടുത്ത ശിക്ഷയല്ല കാര്യം, ഈ ടീച്ചറിനെ തന്നെ വിളിച്ചതുകൊണ്ട് ടീച്ചറിനെ അപമാനിച്ചതിന്, ടീച്ചറിന്റെ മഹത്വത്തിനെതിരെ അല്ലെങ്കിൽ ആ ക്ലാസ്മേറ്റിനേക്കാൾ മഹത്വം കൂടിയ ഒരു വ്യക്തിയെ ഒരേ പാപം ചെയ്തപ്പോൾ തന്നെ മഹത്വം കൂടിയ ആളായതുകൊണ്ട് ശിക്ഷയുടെ കനവ് കൂടും. तो टीचर, अब ऐसा अवस्थे में टीचर क्या करेगा? अभी वहां पर विषय ये नहीं है कि जैसा उसका क्लासमेट को, दोस्त को जब सजा देते समय में वही सेम लेवल का सजा दिया जाएगा।
टीचर हम जानते हैं कि टीचर स्टूडेंट से भी ज्यादा अधिकारी और ज्यादा महिमादायक और ज्यादा ऊंचा पदवी में, आदरणीय पदवी में है स्टूडेंट से भी ज्यादा। इसके लिए वो टीचर क्या करेगा? भले उस जब स्टूडेंट को उसने गाली दिया तो जो सजा दिया, लेकिन टीचर क्लास में और आदरणीय और अधिकार पोजीशन में होने की वजह से, क्योंकि टीचर को अभी गाली दिया तो बड़ा सजा मिलेगा। അവ ടീച്ചർ അവനെ എന്ത് ചെയ്യുന്നു? അവനെ ചൂരവടി എടുത്ത് അവൻ രണ്ടടി അടിക്കുന്നു. तो टीचर क्या करता है? डिसिप्लिन के लिए उसको लकड़ी लेकर मारता है। ഒരു പാവമാണ് ചെയ്യുന്നത്. देखो दोनों समान पाप है, जो स्टूडेंट के साथ किया और टीचर के साथ किया, दोनों पाप एक ही പക്ഷെ समान का है। പക്ഷേ ശിക്ഷയുടെ കഠിനത വ്യത്യസ്തമാണ്. परंतु जो दंड देने का जो गंभीरता है दोनों में अलग है। ഇനിയും കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഈ ഇതേ കുട്ടി എന്ത് ചെയ്യുന്നു? ഹെഡ് മാസ്റ്ററെ വിളിക്കുന്നു, കഴുതയെന്ന് വിളിക്കുന്നു. അവിടുത്തെ ആ സ്കൂളിന്റെ മുഴുവൻ അധികാരിയെ ഹെഡ് മാസ്റ്ററെ എന്ന് വിളിക്കുന്നു, കഴുതയെന്ന് വിളിക്കുന്നു. तो अभी कुछ दिनों के बाद क्या किया ये स्टूडेंट ने? फिर क्या किया, उधर के हेड मास्टर को, प्रिंसिपल को, जो पूरा स्कूल को चलाता है, हेड मास्टर को गधा करके कहा। ഹെഡ് മാസ്റ്റർ അവനെ എന്നേക്കുമായി സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്നു. तो हेड मास्टर क्या करेगा? उसको स्कूल से सस्पेंड करेगा। ഒരേ പാവമാണ്. देखो अभी तीन लोगों को एक ही रीति से उसने गलती किया, पाप किया उसने। വ്യക്തികളുടെ നിലവാരവും മഹത്വവും അനുസരിച്ച് ശിക്ഷയുടെ ക്രമത്തിന് മാറ്റം വരും. परंतु जैसा जैसा वो व्यक्ति का स्टैंडर्ड है और जैसा जैसा व्यक्ति का स्टैंड और अधिकार और पदवी जैसा जैसा ऊंचा होते जाता है, वैसा सजा सजा भी गंभीरता से बढ़ जाता है। അപ്പോൾ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനോട് പാപം ചെയ്താൽ അതിന് താൽക്കാലിക, കാരണം ആ മനുഷ്യൻ നിത്യനല്ലാത്തത് കൊണ്ട് ആ മനുഷ്യന്റെ പാപത്തിനും ഒരു നിത്യതയില്ല. तो इसके लिए जब मनुष्य मनुष्य के बीच में जब गलती करते समय में और उसका पाप का सजा वो मनुष्य अपने लेवल के हिसाब से देगा, क्योंकि मनुष्य अनंतता का नहीं है, अनंत काल का नहीं है, वो पल भर का ही मेहमान है। तो जैसा उसका सजा भी वो कैसा देगा, उसी हिसाब से ही देगा। എന്നാൽ ദൈവത്തിനെതിരെ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ, അല്ല, എല്ലാ പാവവും ദൈവത്തിനെതിരെയാണ്. ദാവീദ് പാപം ചെയ്തപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ നിന്നോട് പാപം ചെയ്തു. അപ്പോൾ ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ ആ മഹത്വമുള്ള ദൈവത്തിന്റെ വ്യക്തിത്വത്തിനനുസരിച്ച് ശിക്ഷയുടെ കനവും വർദ്ധിക്കും. तो इसीलिए लेकिन परमेश्वर के खिलाफ पाप करते हैं समय में हम देखते हैं सजा का गंभीरता भी उसी रीति से बढ़ता है। हम जानते हैं कि जो भी पाप हम करते हैं, छोटा हो या बड़ा हो, सब प्रकार का पाप भले किसी और के रीति खिलाफ करे तो भी सभी पाप परमेश्वर के खिलाफ है। दाऊद कहता है कि जब वो उसका पाप का एहसास होते समय में वो कहते हैं कि हे प्रभु, मैंने आपके खिलाफ पाप किया। तो जो भी पाप करता है हम सब परमेश्वर के खिलाफ पाप करता है, इसलिए सजा भी परमेश्वर जो सबसे ऊंचा और सबसे सबसे ज्यादा महिमादायक परमेश्वर है, वो उनका महिमा के हिसाब से वो सजा देगा। അപ്പൊ ദൈവം പരിമിതി ഇല്ലാത്തവനാണ്. परमेश्वर में कोई सीमा नहीं। അപ്പം പരിമിതിയില്ലാത്ത ദൈവത്തോട് തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷയും അനന്തമാണ്, പരിമിതിയില്ലാത്തതാണ്. तो क्योंकि परमेश्वर में कोई सीमा नहीं है, वो प्रभु बंधित नहीं हो सकता। जिस बिना असीम परमेश्वर को जब कोई उसके खिलाफ पाप करता है तो दंड भी वो उसी रीति से असीम, जिसमें कोई सीमा नहीं, या नित्य काल का, अनंत काल का दंड देता है। അപ്പോൾ ഒരു പാപം ചെയ്താലും 1000 പാപം ചെയ്താലും तो ആ भले एक पाप പാപത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അനന്തമാണ്, നിത്യമാണ്. तो भले एक पाप हो या 1000 पाप हो, परमेश्वर जब किसी व्यक्ति को सजा देता है तो परमेश्वर अपने महिमा के हिसाब से, क्योंकि वो अनंत काल का स्वभाव का परमेश्वर है, अनंत परमेश्वर है, इसलिए वो सजा भी अनंत दंड देता है। അപ്പോൾ എങ്ങനെയാണ് മനുഷ്യന് ദൈവത്തോട് നിത്യമായി പാപം ചെയ്തത് കൊണ്ട് അവന്റെ പാപത്തിന്റെ ശിക്ഷ നിത്യമായി കിടക്കുന്നത് കൊണ്ട് മനുഷ്യന് തന്നെ, പരിമിതിയുള്ള ഒരു മനുഷ്യന് ഈ പാപത്തിന് ഒരു പരിഹാരം വരുത്താൻ കഴിയില്ല. तो क्यों अभी देखो, इसलिए परमेश्वर की उपस्थिति में जो अनंत परमेश्वर है, अनंत परमेश्वर के सामने मनुष्य जो सामान्य है, जो मनुष्य जो अनंत काल तक नहीं जी सकता, जो सर्वदा के लिए नहीं जीने वाला, साधारण समय के लिए, पल भर के लिए जीने वाला ये मनुष्य अनंत परमेश्वर के सामने किया हुआ गुनाह के सामने कैसा वो उसका हल निकाल सकता है? അവൻ പരിമിതിയുള്ള മനുഷ്യൻ പരിമിതി ഇല്ലാത്ത ഒരു ദൈവത്തിനെതിരെ പാപം ചെയ്യുമ്പോൾ അവന്റെ പാപം എന്നേക്ക് നിലനിൽക്കുന്നു. तो एक सीमित मनुष्य असीमित परमेश्वर के सामने जब वो पाप करता है तो उसका पाप का जो अवस्था वो सर्वदा असीमित वाली, यानी कि सीमा के बाहर रहता है। परमेश्वर के सामने हमेशा वो पाप टिका रहेगा, क्योंकि परमेश्वर सर्वदा जीता है। അപ്പോൾ ഈ പരിമിതിയില്ലാത്ത ദൈവത്തിന്റെ മുമ്പിൽ പാപമായി കണക്കപ്പെട്ടത് ഒരു പരിമിതിയുള്ള മനുഷ്യനെ പരിഹരിപ്പാൻ മനുഷ്യരുടെ ഇടയിൽ അത് സാധ്യമല്ല. तो जो असीमित परमेश्वर के सामने सीमित मनुष्य उसने किया हुआ पाप जिसका वैल्यू सर्वदा का है, वो असीमित परमेश्वर के सामने
हल नहीं निकाल सकता, क्योंकि मनुष्य केवल सीमित है। അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനം 49:7-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യൻ ചെയ്ത പാപത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ മനുഷ്യർക്ക് ആർക്കും സാധ്യമല്ല. भजन संगीता 40 में जब हम पढ़ते समय में, वहां पर हम देखते हैं कि मनुष्य पापी होने की वजह से कोई भी मनुष्य परमेश्वर को, जो उसने किया हुआ पाप और अपराध का, जो जो उसका गुनाह का हल है, कोई भी अपना पाप को छुटकारा के लिए दाम दे नहीं सकता। ഇനി നമ്മൾ ദൂതന്മാരെ നോക്കുകയാണെങ്കിൽ തന്നെ यहाँ तक कि अगर हम स्वर्गदूतों को भी अगर हम देखा जाए तो അവരും പരിമിതിയുള്ളവരാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ്. वो लोग भी सीमित जीविया है, क्योंकि वो लोग भी सृष्टि सृष्टि किया हुआ जीवी है। അപ്പൊ മനുഷ്യന് വേണ്ടി അനന്ത മൂല്യമുള്ള ദൈവത്തിന്റെ കണ്ണിനെ വിലമതിക്കുന്ന മൂല്യമുള്ള ഒരു പാപപരിഹാരം വരുത്തുവാൻ ദൂതന്മാർക്കും കഴിയുകയില്ല. और क्योंकि और ये स्वर्गदूत इतना कमजोर है परमेश्वर के सामने, कि ये जो सीमित मनुष्य, जो छोटा, जिसने जो पाप करते समय में, ये सीमित मनुष्यों का उद्धार का छुटकारा का दाम भी एक स्वर्गदूत भी दे नहीं सकता, क्योंकि उतना असीम शक्तिशाली परमेश्वर है, उसके सामने स्वर्गदूत भी वो दाम चुका नहीं सकता। അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുമ്പോൾ അത് ആ മരണം നിത്യമാണ് എന്ന് പറഞ്ഞാൽ ആ മരണത്തിന്റെ അല്ലെങ്കിൽ ആ ദണ്ഡനം ആ അനന്തമാണ്, നിത്യമാണ്. അതിന്റെ കാരണം മനുഷ്യൻ പാപം ചെയ്യുന്നത് അനന്തനായ നിത്യനായ ദൈവത്തോടാകയാൽ അവന്റെ പാപം എന്നേക്കും നിലനിൽക്കും. तो पाप का मजदूरी जो मृत्यु है, ये मृत्यु वो नियुक्त करता है जो उसको देने वाला है, जो यानी कि परमेश्वर ने जब वो मृत्यु का दंड देता है, वो सर्वदा का अनंत काल का मृत्यु दंड देता है। क्योंकि मनुष्य जब, भले ही सीमित मनुष्य ने पाप किया हो, लेकिन वो असीमित परमेश्वर के सामने, सर्वदा जीने वाला परमेश्वर, सर्वकाल जीने वाला परमेश्वर के सामने वो पाप करने की वजह से उसका पाप का जो बात है, उसका मूल्य है, परमेश्वर के सामने सर्वदा रहता है, इसलिए उसको सदा भी सजा भी सर्वदा का मिलता है। അതുകൊണ്ടാണ് ദൈവം ഒരുക്കുന്ന രക്ഷ അത് നിത്യരക്ഷയാണ്. അതുപോലെ തന്നെ ഈ രക്ഷയെ നമ്മൾ സ്വീകരിച്ചില്ല, അംഗീകരിച്ചില്ല എങ്കിൽ അവന് കിട്ടുന്ന ശിക്ഷയും നിത്യശിക്ഷയാണ്. इसके लिए परमेश्वर ने जब मनुष्य जात के लिए जो उद्धार जो तैयार किया, जैसा सजा अनंत काल का है, वैसा रक्षा उद्धार भी अनंत काल का दिया है। परमेश्वर मनुष्य को सर्वदा का अनंत काल का उद्धार देकर मनुष्य को बचाना चाहता है। इसे जो कोई भी पुत्र पर विश्वास करेगा उसको अनंत काल का उद्धार मिलेगा, परंतु जो विश्वास नहीं करेगा उसको अनंत दंड मिलेगा। അപ്പോൾ മനുഷ്യന്റെ പാപം നിത്യനായ ദൈവത്തിന്റെ മഹത്വത്തിനെതിരെയാകയാൽ, ദൈവം എന്നേക്കുമുള്ളവനാകയാൽ മനുഷ്യവർഗത്തിൽ ആർക്കും ഒരു നിത്യമായ പാപപരിഹാരം വരുത്താൻ കഴിയുകയില്ല. परमेश्वर जो जो अनंत है, ये अनंत परमेश्वर के सामने मनुष्य जो नित्य नहीं है, जो थोड़ा समय के लिए ही जीने वाला ये मनुष्य, वो जब पाप कर कर अनंत काल का परमेश्वर के सामने खड़े रहते समय में, अपना कम जीवन वाला, ऊर्जा वाला मनुष्य कभी भी सर्वदा का परमेश्वर या अनंत काल का परमेश्वर के सामने अपना किया हुआ पाप का छुटकारा का दाम दे नहीं सकता, क्योंकि मनुष्य नित्य नहीं है। അതുകൊണ്ടാണ് ദൈവിക തൃത്വത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ മൂന്ന് പേരും നിത്യരാണ്. इसके लिए अब पिता, पुत्र, पवित्र आत्मा के विषय में हम जानते समय में ये तीनों व्यक्तियां सर्वदा का है। അപ്പോൾ ഈ തൃത്വത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമേ അനന്തമായി നിൽക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾക്ക് മൂല്യമുള്ള ഒരു പാപപരിഹാരം വരുത്താൻ കഴിയുള്ളൂ. इसके लिए हम देखते समय में परमेश्वरत में, ईश्वरत में जो पिता है, पुत्र, पवित्र आत्मा है, उन उन लोग जैसा अनंत है, वो वही लोग में से या परमेश्वर ही है जो मनुष्य जात के लिए, जो मनुष्य जो जो थोड़े समय के लिए जीता है, ऐसे थोड़े समय जीने वाला मनुष्य को अनंत काल का दंड से बचाना है, तो परमेश्वर में ही, ईश्वरत में ही, जो सर्वदा जीने वाला ईश्वरत में से ही कोई आकर मनुष्य को बचा सकता है। ഇവിടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിത്യ തൃത്വത്തിലെ കർത്താവ് അല്ലെങ്കിൽ പുത്രനായ, നിത്യനായ പുത്രനായ യേശു ക്രിസ്തു മനുഷ്യനായി വന്നതിന്റെ മാർമികമായ വശം നമുക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരണം. तो इसके लिए हमें परमेश्वरत में, पिता, पुत्र, पवित्र आत्मा में किस रीति से पुत्र मनुष्य रूप लेकर आकर, मनुष्य बनकर आकर, इस दुनिया में आकर मनुष्य जात को जो अनंत काल का दंड से बचाने के लिए, परमेश्वर का प्रकोप से बचाने के लिए, वो मनुष्य बनकर आकर परमेश्वर की उपस्थिति में मनुष्य जात को बचाने का, अनंत काल का सजा से बचाने का जो रास्ता परमेश्वर की उपस्थिति में प्रस्तुत करता है। അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരിക്കെ തന്നെ ആ ദൈവത്വം മനുഷ്യത്വമായിട്ട് വരുന്നതല്ല യേശുവിൻ്റെതായ മനുഷ്യ ജനനം.
तो यीशु मसीह जो स्वयं परमेश्वर है, लेकिन वो जब मनुष्य बनकर आते समय में वो परमेश्वरत्व ही मनुष्यत्व लेकर आया, वैसा नहीं है। കാരണം യേശു ക്രിസ്തു ഒരു അവതാരമല്ല. यीशु मसीह कोई मनुष्य का अवतार लेकर आया, ऐसा नहीं है। അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ഉള്ളതുപോലെ അനേക അവതാരങ്ങൾ വരുന്നു, അങ്ങനെ ഒരു അവതാരകനായിട്ട് വന്നതല്ല യേശു ക്രിസ്തു. जैसा हिंदू धर्मों में सिखाते हैं कि एक एक देवों ने अपना अपना अवतार को भेजा, अवतार बनकर आया करके बोलते हैं, वैसा अवतार रूप लेकर आया, वैसा नहीं है। അവൻ ദൈവമായിരിക്കെ തന്നെ भले वो परमेश्वर है, उसी के साथ साथ ആ ദൈവികമായ ആ അവന്റെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പദാർത്ഥത്തോടെ അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യത്വവും കൂടെ സ്വീകരിച്ചു എന്നുള്ളതാണ് കർത്താവായ യേശു മനുഷ്യനായി വന്നു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. तो यीशु जब मनुष्य बनकर आया करके बोलते समय में वो जो स्वयं ईश्वर है, उसी ईश्वरत्व का गुण में, उसी ईश्वरत्व का पदार्थ में उसने मनुष्यत्व को भी लेकर मनुष्य बनकर आया। मतलब उसी समय में वो परमेश्वर भी है, मनुष्य भी है। മനുഷ്യന്റെ ശരീരം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മണ്ണിൽ നിന്നാണ് എടുത്തത്. तो इसके परंतु हमें आदम से आया हुआ मनुष्य जात का जो शरीर था, जो देह था, वो भूमि का मिट्टी से लिया है। അത് കുറച്ച് കാൽസ്യം, കുറച്ച് പ്രോട്ടീൻ, കുറച്ച് കാർബൺ, കുറച്ച് വെള്ളം, ഇങ്ങനെ ഫിസിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. तो उसमें जो शारीरिक चीजों का संबंध का गुण विशेषता, जैसे मिट्टी में मिलने वाले जो जो पदार्थ है, जैसे कार्बन हो गया, ऑक्सीजन हो गया, पानी हो गया, और मिनरल, बाकी मिनरल सब्सटेंस है, ये सब बातों से मिश्र होकर पदार्थ है मनुष्य, आदम से आया हुआ मनुष्य का शरीर में। എന്നാല് ദൈവം ആത്മാവാണ് परंतु ये परमेश्वर आत्मा है। എന്ന് പറഞ്ഞാൽ അവന്റെ ഡിവൈൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്നേക്കും ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അത് और പദാർത്ഥമല്ല, അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്നതല്ല. അതാണ് ദൈവം. ദൈവം ഗോഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ദൈവം നിത്യനാണ്, എന്നേക്കുമുള്ളവനാണ്, അനന്തതയുള്ളവനാണ്, അവന് ഇൻഫിനിറ്റി ഗോഡാണ്. അതാണ് സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. तो आत्मा करके जब परमेश्वर जो आत्मा है, वो आत्मा का पदार्थ का सबसे बड़ा विशेष गुण यह है कि आत्मा अनंत है। तो क्योंकि ये आत्मा कोई मिट्टी के चीजों से या शारीरिक चीज है जो नाश होने वाला चीजों का मिश्रण से, पदार्थों से बनाया हुआ नहीं है। आत्मा का गुण का खासियत ही है कि आत्मा का पदार्थ का खासियत ही है कि वो अनंत है। इसलिए ईश्वर हमेशा, पिता पुत्र पवित्र आत्मा, वो लोग हमेशा अनंत ही है। അപ്പൊ കർത്താവായ യേശുവും ആത്മാവാണ്, उसी रीति से आज यीशु मसीह भी आत्मा है। പിതാവ് ആത്മാവാണ്, പുത്രനും ആത്മാവാണ്. കാരണം ദൈവത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ആണ്. तो इसलिए क्योंकि पिता पुत्र पवित्र आत्मा वो आत्मा ही है, उनका स्वाभाविक जो गुण, जो विशेषता देखा जाए तो जो एसेंस जिसको हम बोलते हैं, वो आत्मा है। അപ്പം ദൈവിക സത്തയിൽ സ്പിരിറ്റ് എന്നുള്ളതിനും ഒരിക്കലും മാറ്റം വരാൻ കഴിയത്തില്ല. ആ इसलिए സ്പിരിറ്റ് മനുഷ്യനായി തീർന്നതല്ല. इसलिए ईश्वरीय सत्य का पदार्थ का विषय, ईश्वरीय पदार्थ में देखते समय में वो लोग हमेशा आत्मा है, और वो आत्मिक पदार्थ से बंधित रहने वाला या उसी में रहने वाला गुण विशेषता का गुण है परमेश्वरत में, ईश्वरत में। तो तो इसलिए यीशु जब मनुष्य बनकर आया, मतलब एक आत्मा मनुष्य बनकर आया, वैसा नहीं है। ആ ഡിവൈൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്, മാറ്റം വരാൻ പാടില്ല. അതാണ് ദൈവം നിത്യൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ तो ദൈവം മനുഷ്യനായി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചു നാളത്തേക്ക് മനുഷ്യനായി പിന്നെയും ദൈവമായി, അങ്ങനല്ല. അതായത് അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ ആ ദൈവത്വത്തിലേക്ക്, അല്ലെങ്കിൽ ആ ദൈവത്തോട് അവൻ എന്ത് ചെയ്തു, മനുഷ്യന്റെ സബ്സ്റ്റൻസും കൂടെ ചേർത്ത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവാണ് ഈ ഭൂമിയിൽ കന്യകമറിയാമിൽ ജനിച്ചത്. तो इसलिए परमेश्वर करके बोलते समय में वो सर्वदा के लिए वो आत्मिक है। तो वो ये आत्मिक परमेश्वर जब मनुष्य रूप लेकर आते समय में, थोड़े समय के लिए वो मनुष्य रूप धारण लेकर आया, मिट्टी का बनकर आया, वैसा नहीं है। बल्कि वो संपूर्ण रीति से जो परमेश्वर जो जो सर्वदा का है, अनंतता का है, वही परमेश्वर जो आत्मा, आत्मिक जीव है, वो आत्मिक जीव क्या किया, मनुष्य, उसमें मनुष्यत्व को भी स्वीकार कर आया। जिस रीति से परमेश्वर जो ईश्वर दिव्य गुण से जो भरा हुआ, परमेश्वर का गुण का विशेषता का खासियत यह है कि वो बेबदल है, वो बदलता नहीं है, वो हमेशा स्थिर रहने वाला परमेश्वर, इसलिए उसको परमेश्वर कहते हैं। ये स्थिर परमेश्वर जो आत्मिक गुण से भरा हुआ परमेश्वर है, मनुष्य जात का उद्धार के लिए उसने मनुष्य का जब रूप लेते समय में, उस रूप में परमेश्वर भी है और मनुष्य का गुण भी है।
അപ്പം ദൈവം വരുത്തുന്ന പാപപരിഹാരത്തിന് ഒരു നിത്യവാല്യൂ ഉണ്ടായിരിക്കണം. കാരണം നിത്യദണ്ഡനത്തിന് ഇടയായി തീരുന്നത് ഈ നിത്യവാല്യൂവിനെ തിരസ്കരിക്കുന്നത് കൊണ്ടാണ് എന്ന് മനുഷ്യനെ ദൈവം ബോധ്യമാക്കുകയാണ്. तो इसके लिए परमेश्वर जब मनुष्य को बोध्य कराते समय में, मनुष्य जात को जब उद्धार देते समय में, ये उद्धार में अनंतता का वैल्यू, अनंतता का पदार्थ, अनंतता के बातें उसमें होना चाहिए। उस उद्धार में ही परमेश्वर को जो उद्धार का जो अनंत स्वभाव का गुण का परमेश्वर है, उस गुण का परमेश्वर को अनंत का उद्धार मिले, मनुष्य देगा तो ही वो परमेश्वर उससे तृप्त हो सकता है। इसलिए परमेश्वर को स्वयं ही उद्धार देते समय में एक अनंत उद्धार से अनंत परमेश्वर को खुश करने के लिए यीशु मसीह आया। അപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ ഒന്ന് അവന് നമ്മളെ സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. നമുക്ക് അതിനുള്ള വാക്യങ്ങളെല്ലാം ഉണ്ട്, നമ്മള് എല്ലാം എടുക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഈ ആട്രിബ്യൂട്ട്സ് ഒരിക്കലും മനുഷ്യനായിട്ട് തീരുന്നില്ല. ആ ദൈവം അങ്ങനെ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ ഈ എല്ലാ കഴിവുമുള്ള കർത്താവായ യേശു ക്രിസ്തു തൻ്റെതായിരിക്കുന്ന ആ വ്യക്തിത്വത്തോടെ അല്ലെങ്കിൽ ഡിവൈൻ സബ്സ്റ്റൻസിനോട് മനുഷ്യത്വവും കൂടെ സ്വീകരിച്ചു. അങ്ങനെ ഗോഡ് മേൻ, ദൈവവുമാണ് മനുഷ്യനുമാണ്. 100% ദൈവമാണ്, 100% മനുഷ്യനായിട്ടാണ് അവൻ കന്യക മറിയമിൽ വന്നത്. तो इसके लिए परमेश्वर करके बोलते समय में स्वाभाविक रीति से जो हम लोग ईश्वरीय गुण या परमेश्वर का जो वर्णन करते समय में सर्वशक्ति, सर्वव्यापी, सर्व महिमादायक परमेश्वर करके जो सर्व गुण से भरा हुआ है करके हम लोग बोलकर मानते हैं, तो वो वही जिसके विषय में वचन में भी हम पढ़ते हैं, तो वही परमेश्वर जब मनुष्य बनकर आते समय में तब वो सर्वव्यापी सर्व गुण का बातों को वो छोड़कर आया और साधारण मनुष्य बनकर आया, ऐसा उस रीति से नहीं है। क्योंकि वो मनुष्य बनकर आते समय में तभी भी वो परमेश्वर है, यानी कि जो ईश्वर है ईश्वरीय गुण से भरा हुआ है, और वो संपूर्ण मनुष्य भी है और संपूर्ण परमेश्वर है। അപ്പം ദൈവിക സത്തയിൽ മനുഷ്യനായി തീർന്നില്ല എങ്കിൽ ദൈവിക സത്തയിൽ ഒരാൾക്ക് പാപപരിഹാരത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുക, സഹനങ്ങൾ ഏൽക്കുക, നിന്ദ ഏൽക്കുക, പരിഹാസം ഏൽക്കുക, ഇതൊന്നും ദൈവിക സത്തയിൽ ഈ 3 പേർക്കും അനുഭവിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ദൈവമാണ്. तो वो परमेश्वर होने की वजह से परमेश्वरीय गुण से भरा हुआ ये परमेश्वर मनुष्य के जैसा कष्ट उठाना, वेदना उठाना, मनुष्य के जैसा कार्य करना, ये सब परमेश्वर का वो गुण में वो होता नहीं है। क्योंकि वो परमेश्वर है, मनुष्य के जैसा रीति का सोच और बातों में नहीं रहता। കാരണം ദൈവത്തിന്റെ നീതിക്കും ദൈവത്തിന്റെ നിത്യമായ വിശുദ്ധിക്കും ദൈവത്തിന്റെ പവിത്രമായ മഹത്വത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു പാപപരിഹാരം വരുത്തുവാൻ ദൈവതൃത്വത്തിൽ ദൈവമായിരിക്കുമ്പോൾ കഴിയുകയില്ല. കാരണം അവിടെ വരുന്ന സഹനങ്ങൾ, കഷ്ടങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഇതെല്ലാം ഏറ്റെടുക്കാൻ അവൻ ദൈവമായിരിക്കെ തന്നെ മനുഷ്യത്വവും കൂടെ അവൻ സ്വീകരിച്ചു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഗോഡ് മേൻ. അവൻ ദൈവവുമാണ് മനുഷ്യനുമാണ്. तो परमेश्वर जब तक परमेश्वर रहते समय में, परमेश्वर गुण में, परमेश्वर का जीविका अवस्था में जब वो बने रहते समय में, गॉड बीइंग में रहते समय में, मनुष्य का रीति का जो दुख है, मनुष्य रीति का वेदना है और मनुष्य का कष्ट को सहकर उद्धार देकर बचाने के लिए आना है करके बोलते समय में, जब तक परमेश्वर रहते समय में वो मुमकिन नहीं है। इसके लिए उसको क्या करना पड़े, क्योंकि परमेश्वर मनुष्य का बातों में मनुष्य जैसा रहकर सोचना, ये सब बातें परमेश्वर में नहीं हो सकता। तो इसलिए उनको क्या करना पड़ेगा, उसको मनुष्य बनकर आना पड़ेगा। मनुष्य बनकर आकर परमेश्वर का जो सर्वदा का जो दंड से बचाने के लिए, एक सर्वदा का उद्धार करने के लिए एक बलि के रूप में जब अर्पण करने के द्वारा ही मनुष्य जात को उद्धार का कारण मिल सकता है। इसके लिए जब वो मनुष्य बनकर आते समय में वो संपूर्ण रीति से, भले वो परमेश्वर भी है और मनुष्य का गुणों को भी लेकर मनुष्य जीवी बनकर वो आकर मनुष्य का के बीच में रहकर परमेश्वर की उपस्थिति में जो मनुष्य के लिए जो मांग था वो पूरा करने के लिए मनुष्य बनकर आया। അപ്പം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യന് വേണ്ടി ശിക്ഷ ഏൽക്കുവാൻ, ആ കഷ്ടങ്ങൾ ഏറ്റെടുക്കുവാൻ ശക്തിയുള്ള ഒരു ശരീരവുമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു, തൃത്വത്തിൽ ഒരുവനായ കർത്താവായ യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. और पाप का विषय का जो हल के लिए जो मृत्यु का दंड है, जो सजा है, जो सर्वदा का जो मृत्यु का दंड है और जिसके ऊपर परमेश्वर का प्रकोप आया है मनुष्य जात को, उस सभी बातों को सहने के लिए यीशु जब आते समय में उसने एक ऐसा शरीर लेकर आया जो ईश्वरीय का इस प्रसव मनुष्य के विरोध का सब बातों को सह सके, उस प्रकार का शरीर लेकर वो आया। അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മറിയയിൽ നിന്നും മനുഷ്യത്വം സ്വീകരിച്ചു എന്നാണ് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത്.
कैथलिक लोग ये सिखाते हैं कि यीशु ने जब मनुष्य अवतार लेकर आया तो मनुष्य का जो भी पदार्थ का जरूरत की बातें था, मनुष्यत्व का जो भी बातें था, वो कुंवारी मरियम से उसको मिला, कुंवारी मरियम का गर्भ में से उसको मनुष्यत्व मिला करके, ऐसा कैथलिक लोग सिखाते हैं। അപ്പൊ മറിയയുടെ ശരീരം എന്താണ്? നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ മനുഷ്യ ശരീരം മണ്ണിൽ നിന്ന് എടുത്തതാണ്. കുറച്ച് കാൽസ്യവും കുറച്ച് പ്രോട്ടീനും പിന്നെ കുറച്ച് കാർബണും വെള്ളവും ചേർന്നതാണ് മനുഷ്യ ശരീരം. അപ്പൊ യേശുവിന്റെ ശരീരവും അങ്ങനെയാണെങ്കിൽ ഒരു നിത്യ പരിഹാരം വരുത്താൻ കഴിയുകയില്ല. അല്ലെങ്കിൽ तो അനന്തമായ മനുഷ്യന്റെ പാപത്തിന് അനന്തമായിരിക്കുന്ന പാപപരിഹാരം വരുത്താൻ അങ്ങനെയുള്ള ഒരു ശരീരത്തിന് കഴിയുകയില്ല. അപ്പോൾ യേശുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്ന ശരീരമാണ്. तो इसके लिए हम मरियम के विषय में अगर हम देखा जाए तो मरियम कौन है? वो भी मनुष्य है। मनुष्य के विषय में हमने पहला क्या पढ़ा था? मनुष्य मिट्टी से लिया हुआ, जो भूमि के जो वस्तुओं से बनाया हुआ, पदार्थों से बनाया हुआ, मिनरल से बनाया हुआ मनुष्य आदम से आया हुआ वर्ग का है। वो मनुष्यत्व को अगर यीशु ने भी उसी मनुष्यत्व में आया है बोला, तो जो उद्धार करने के लिए, पर मनुष्य जात को बचाने के लिए जो सर्वदा का जो गुण जो चाहिए था, वो उस मरियम से नहीं मिल सकता वो। അവൻ മറിയയിൽ ജനിച്ചു എന്നുള്ളത് ശരിയാണ്. तो ये तो सच है कि उसने मरियम से जन्म तो लिया, ये सत्य है। അവന്റെ ഒരു മനുഷ്യ ശരീരം, ഒരു മനുഷ്യദേഹി, ഒരു മനുഷ്യ ആത്മാവ് ഉൽപ്പാദിക്കപ്പെടേണ്ടതിന് മറിയയുടെ ഗർഭപാത്രത്തിൽ അവന് 9 മാസം ഇരുന്നു എന്ന് ശരിയാണ്. और यीशु को इस दुनिया में आते समय में मनुष्य रूप में उसको आना पड़ा, जिसकी वजह से मनुष्य का आत्मा, मनुष्य का प्राण और मनुष्य का शरीर लेकर आना है करके बोलते समय में, ये तीनों में अगर यीशु को आना था तो ये सत्य है कि वो मरियम के द्वारा वो शरीर लेकर आया। നമ്മൾ 1-15-47 വായിക്കുന്നത് അവൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല, ഭൂമിയിൽ ഓൾറെഡി ഒരു മനുഷ്യനുണ്ട്, അവനാണ് ആദാം. എന്നാൽ ഇവൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, രണ്ടാം മനുഷ്യൻ, കർത്താവായ യേശു ക്രിസ്തു രണ്ടാം മനുഷ്യൻ, അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. हम जानते हैं पहला कोरिंथी 15 का 47 में जब हम पढ़ते समय में हम जानते हैं कि यीशु मसीह जो है वो भूमि का में से नहीं है, वो स्वर्गीय है करके हम जानते हैं। परंतु जो पहला प्रथम मनुष्य है वो उसको भूमि में से लिया, मिट्टी में से लिया है, वो है पहला आदम। लेकिन यीशु जो है वो दूसरा मनुष्य है। वो दूसरा मनुष्य कहाँ से आया? वो उसका पदार्थ सब स्वर्गीय है, भूमि का कुछ അപ്പൊ भी नहीं है उसमें। യേശു കർത്താവ് ആരാണ്? यीशु ദൈവപുത്രനുമാണ്, മനുഷ്യപുത്രനുമാണ്. അതിന്റെ അർത്ഥം അവൻ പൂർണ്ണ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. यीशु मसीह कौन है? वो संपूर्ण परमेश्वर भी है और संपूर्ण मनुष्य भी है। वो परमेश्वर का पुत्र, परमेश्वरत्व में, ईश्वर में तुल्य भी है और मनुष्य में भी मनुष्य के समान बनकर आया। അപ്പൊ നമ്മള് ഒന്നും കൂടെ ആ വാക്കും പറയാം. ദൈവത്വവും മനുഷ്യത്വവും ഒരു വ്യക്തിയിൽ, അല്ലെങ്കിൽ ഡിവൈൻ ഫാക്ടറും ഹ്യൂമൻ ഫാക്ടറും ഒരു വ്യക്തിയിൽ യുക്തമായി ചേർന്നതിനെയാണ് നമ്മള് തിയോളജിയിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയുന്നത്. तो हाँ, तो इसके लिए हम लोग एक व्यक्ति मनुष्य में यीशु मसीह, जिसमें परमेश्वरत्व भी है और मनुष्यत्व भी है, ये दोनों गुण, दोनों जीवियों का जो जो योग्यता, जो संगम है, जिसको थियोलॉजी विषय में हम लोग पढ़ते समय में हम देखते हैं कि दोनों भाग है उसमें, वो समानता का युक्ति उसमें जो जुड़ा हुआ, मिला मिला हुआ है। परमेश्वरत्व भी है और मनुष्यत्व भी है। മനുഷ്യൻ എന്ന നിലയിൽ ഒരു വ്യക്തിയും ദൈവം എന്ന നിലയിൽ ഒരു വ്യക്തിയും അങ്ങനെ രണ്ട് വ്യക്തികളല്ല. तो ऐसा वो यीशु में परमेश्वरत्व भी है और मनुष्यत्व भी है बोलते समय में दो अलग अलग व्यक्तित्व है, ऐसा नहीं है। അവൻ ഒരു വ്യക്തിയിൽ രണ്ട് പ്രകൃതികൾ ചേർന്നിരിക്കുന്നു. अमेन। उसमें एक ही व्यक्ति में दोनों ईश्वरीय गुण, ईश्वरीय प्रकृति है और मनुष्य प्रकृति से बना हुआ ऐसा एक व्यक्ति है यीशु। അങ്ങനെ ഒരു വ്യക്തിയാണ് പാപത്തിന് പരിഹാരം വരുത്തത് എന്ന് വിശ്വസിച്ചില്ല എങ്കിൽ പാപപരിഹാരത്തിന് അനന്ത നിത്യമായ ദൈവത്തിന്റെ നീതിക്കും ദൈവത്തിന്റെ വിശുദ്ധിക്കും അവന്റെ അനന്തമായ മഹത്വത്തിനും ചേരാത്ത ഒരു പാപപരിഹാരമായിരിക്കും. അങ്ങനെയുള്ള പാപപരിഹാരത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയില്ല. तो इस प्रकार का व्यक्ति जिसमें दोनों ईश्वरत्व और मनुष्यत्व का दोनों पदार्थ उसमें मिला हुआ है, ये मनुष्य, ये यीशु मनुष्य बनकर आकर मनुष्य जात का उद्धार के लिए, अनंत काल का छुटकारा देने के लिए, मनुष्य जात को बचाने के लिए आया है करके जब एक पापी मनुष्य विश्वास करेगा तो ही उसको अनंत काल का उद्धार मिलेगा। ये नहीं अगर वो विश्वास करेगा तो उसको अनंत दंड है। അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദാനിയേലിന്റെ പുസ്തകം 9-24 വാക്യത്തിൽ പറയുന്നത്, दानियल का पुस्तक 9 का 24 में हम पढ़ते हैं, അവൻ അതിക്രമത്തെ, അല്ലെങ്കിൽ ഈ അഭിഷിക്തനായ ക്രിസ്തു അതിക്രമത്തെ തടസ്സം ചെയ്യാനും പാപങ്ങളെ മുദ്രയിടുവാനും അതികൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും
और तो हम लोग उसके 9 का 24 में जब हम पढ़ते हैं समय में हम देखते हैं कि वो है जो पापों का अंत करेगा और अधर्म के विषय में वो प्रायश्चित करेगा और युगानी युग के लिए धार्मिकता को प्रकट करने के लिए ये कार्य करने के लिए वो आ रहा है। वो है अभिषेक के बारे में कहा गया है। അപ്പോൾ നമ്മള് വെളിപ്പാട് പുസ്തകം 14:6 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നിത്യ സുവിശേഷം എന്ന് പറഞ്ഞാൽ സദാകാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു സുവിശേഷമാണ് അവിടെ ദൂതൻ പ്രസംഗിക്കുന്നത്. और वहां पर हम लोग प्रकाशित वाक्य 14 का 6 में जब पढ़ते समय में वहां पर हम देखते हैं कि स्वर्गदूत बादलों में आकाश में उड़कर वो एक पृथ्वी के लोगों को सभी लोगों को एक सनातन का एक सर्वदा का अनंत काल का एक सुसमाचार बांटा करके हम पढ़ते हैं। അപ്പൊ കർത്താവിന്റെ ശരീരവും രക്തവും എന്ന് പറയുന്നത് यीशु मसीह का शरीर और लहू के विषय में പുത്രൻ എന്ന അനന്ത മൂല്യമുള്ള വ്യക്തിയായതിനാൽ അവന്റെ രക്തത്തിനും അവന്റെ ശരീരത്തിനും അനന്തമായ ഇൻഫിനിറ്റി വാല്യൂ ഉണ്ട് ദൈവസന്നിധിയിൽ. मैं तो वो जैसा जैसे ईश्वर जब मनुष्य बनकर आया, यीशु मसीह जो परमेश्वर है, वो परमेश्वर जब मनुष्य बनकर आते समय में जिसमें दोनों परमेश्वरत्व और ये मनुष्यत्व का गुण दोनों से भरा हुआ है, वो यीशु का जब उसने जो देह और लहू जो बहाते समय में, क्योंकि यीशु स्वयं में अनंतता का गुण है, उनका उसका शरीर के लिए जो उसे सजा दिया उसके लिए भी अनंत वैल्यू है और जो लहू जो बहाया उसके लिए भी सर्वदा का वैल्यू है। वो लहू के बहाकर और शरीर को अपने आप को अर्पण कर कर बचाया हुआ उद्धार जो दिया है सर्वदा का उद्धार है। നമ്മള് നമ്മുടെ ശരീരം നമ്മൾ 1 Corinthians 15:53 നമ്മുടെ ശരീരം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും അങ്ങനെയാണ് വായിക്കുന്നത്. हमारा विषय में 1 कोरिन्थी का पुस्तक उसका 15 का 53 में हम लोग पढ़ते समय में हमारा शरीर क्या होगा, जो 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 नाशवान शरीर है वो एक दिन अविनाशी को धारण करेगा ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. और जो जो मरणहार देह है अमरता को पहनेगा। ഇവിടെ നമ്മൾ ധരിക്കണമെന്ന് കണ്ടോ? അതായത് നമ്മുടേതായിരിക്കുന്ന ഈ ദ്രവത്വമുള്ള ശരീരം, ഈ മർത്യമായ ശരീരം അദ്രവത്വത്തെയും അമർത്യമായതിനെയും ധരിക്കണം. എന്നാൽ യേശുവിന്റെ ശരീരം അങ്ങനെയല്ല. യേശുവിന്റെ ശരീരം ഓൾറെഡി എങ്ങനെയുള്ളതാണ്? അദ്രവത്വമുള്ളതാണ്, ദ്രവത്വം കാണാത്തതാണ്, നിത്യമായതാണ്. तो हमारे विषय में यहाँ पर क्या लिखा गया है, हम लोग नाशवान देह से हम लोग जन्मे हैं और मरणहार देह से जन्मे हैं। इसलिए जब हमारा पुनरुद्धार होगा, जब तुरई फूकी ललकार होगा और प्रभु की उपस्थिति में हम लोग उठा लिए जाने के बाद उस दिन क्या करेंगे, ये जो नाशवान जो देह है उस दिन अविनाशी देह को पहनेगा और ये जो मरणहार देह है अमरता को पहनेगा। तो ये दशा में बदल जाएंगे हम लोग। परंतु यीशु का शरीर वैसा नहीं था। वो जन्म से ही वो कैसा प्रकार का शरीर है, उसका शरीर में कोई भी प्रकार का नाशवान या मरणहार का स्वभाव कुछ भी नहीं था। നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും ദ്രവത്വമുള്ളതാണ്. हमारा आत्मा, हमारा प्राण और हमारा जो शरीर है ये तीनों नाश होने का रीति से या सड़ने वाला अवस्था में है। അപ്പൊ നിത്യനായ പുത്രൻ മനുഷ്യനായി വന്നപ്പോൾ യേശുവിനുണ്ടായിരുന്ന മനുഷ്യാത്മാവും യേശുവിനുള്ള മനുഷ്യദേഹിയും യേശുവിനുള്ള മനുഷ്യ ശരീരവും ഒരിക്കലും അത് ദ്രവത്വം കാണാത്തതാണ്, അത് നശിച്ചു പോകാത്തതാണ്, അത് നിത്യമാണ്. परंतु सर्वदा का परमेश्वर, अनंत काल का परमेश्वर जब वो मनुष्य बनकर आते समय में उन्होंने जब मनुष्य रूप लिया तो उनका आत्मा और उनका प्राण और जो जो उनका देह है वो तभी से ही सर्वदा का है, अनंत काल का मनुष्यत्व में वो आया। നമ്മുടെ 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 ദേഹിയെ കുറിച്ച് നമ്മൾ വായിക്കാം. ഈ ശരീരം പോലെ തന്നെ നമ്മുടെ ദേഹിയും ദ്രവത്വമുള്ളതാണ്. जैसा हम लोग हमारे प्राण के विषय में भी अगर हम पढ़ेंगे तो हमारा प्राण भी कैसा है, जैसा ये शरीर जो सड़ता है और नाश में जाता है वैसा हमारा प्राण भी वैसा है करके हम पढ़ते हैं। നമ്മൾ കൊലോസ്യ ലേഖനം 3:9 വാക്യം कुलोस्यों के पुस्तक 3:9 में हम पढ़ते हैं, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് पुराना मनुष्य को उतार फेंको പുതിയ മനുഷ്യനെ ധരിക്കണം. और नया मनुष्य को पहनो। അത് നമ്മളെ ഒരിക്കൽ ശരീരം നമ്മളെ അമർത്യമായ ശരീരം പ്രാപിക്കുന്നതിനെ കുറിച്ചല്ല, ഇവിടെ നമ്മുടെ ദേഹിയെ കുറിച്ചാണ് പറയുന്നത്. तो वो ये यहाँ पर ये पुराना मनुष्य नया मनुष्य का मतलब क्या, मतलब एक दिन हम लोग नया शरीर को धारण करेंगे उसके विषय में नहीं कह रहा है। नया मनुष्य मतलब हमारा प्राण के संबंध में कह रहा है। അതായത് കൊലോസ്യ ലേഖനം 3:12 വായിച്ചേ. कुलोस्यों का पुस्तक 3:12 पढ़ेंगे। അവിടെ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്, അപ്പൊ നമ്മുടേതായിരിക്കുന്ന മനസ്സലിവ്, താഴ്മ, ദയ, അത് മനുഷ്യത്വത്തോട് ചേർന്ന ആദാമ്യമായ കാര്യങ്ങൾ
അത് നരകത്തിലേക്ക് പോകേണ്ടതാണ്. അതിനെ നീക്കാനാണ് യേശു വന്നത്. അതിനെ ഉരിഞ്ഞു കളഞ്ഞ് യേശുവിന്റെ ദേഹിയിലുള്ള മനസ്സലിവ്, ദയ. അപ്പൊ യേശുവിന്റെ ദേഹി ആണ്, യേശുവിന്റെ ദേഹിയിലെ ജീവനാണ് അവൻ നമ്മുടെ ദേഹിക്ക് തരുന്നത്. तो यहाँ पर हम लोग जो मनुष्य, जो नया मनुष्य का गुण के विषय में देखते समय में करुणा, भलाई, दीनता, नम्रता और सहनशीलता सीनता धारण करो करके बोलते समय में, ये हमारा करुणा, भलाई और दीनता, नम्रता, सहनशीलता के विषय में नहीं है, बल्कि नए मनुष्य में जो प्रभु यीशु मसीह के द्वारा हमको मिलने वाला जो नया मनुष्यत्व में जो है उसको है, जो हम लोग आज उद्धार होने के टाइम में हमको मिलता है, उसके बारे में वो कहा है. നമ്മൾ റോമാലേഖനം 13:14 വായിക്കുന്നുണ്ട്. रोमियो का पुस्तक 13 का 14 में हम पढ़ते हैं, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവീൻ. എന്റെ അർത്ഥം എന്താണ്? യേശുവിന്റെ ശരീരം ധരിക്കുന്ന കാര്യമല്ല. ഇവിടെ നമ്മുടെ യേശുവിന്റെ ദേഹി, ആ യേശുവിന്റെ മനസ്സ്, യേശുവിന്റെ വികാരങ്ങള്, യേശുവിൻ്റെതായിരിക്കുന്ന ഇച്ഛാശക്തി, ഇത് മുഴുവനും അത് നിത്യമാണ്. അത് തരാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത്. അത് നിത്യമാണ്. യേശുവിന്റെ മനുഷ്യത്വം നിത്യമാണ്, അനന്തമായി നിലനിൽക്കുന്നതാണ്. वहां पर हम 13 का 14 में पढ़ते समय हम देखते हैं कि वरन प्रभु यीशु मसीह को पहन लो करके वहां पर कहा है. तो अभी पहनने के विषय में कहा, तो मतलब ये एक दिन हम लोग को तेजस में होकर तेजस में शरीर मिलने का विषय में नहीं है, लेकिन आज ही प्रभु यीशु मसीह का जो उनका जो व्यक्तित्व है, वो जो जो दिव्य है, जो स्वभाव, उनका मनुष्यत्व में जो सर्वदा का जीवन और गुण से, ईश्वरीय गुण से भरा हुआ उसका वो प्राण, जो उसका व्यक्तित्व है, उसी व्यक्तित्व को आज हमें पहनकर उस नया नया मनुष्य में हम धारण करते समय में हम यीशु मसीह को पहन रहे हैं. तो आज ही हम लोग यीशु मसीह का दया, करुणा, वो जो ईश्वरीय गुणों से भरा हुआ है, उसको हम लोग आज धारण करके मसीह जीवन जीते हैं. അപ്പോൾ നമ്മുടെ ദേഹിയിലുള്ള ദ്രവത്വമുള്ള നമ്മുടേതായ പഴയ ദേഹിയെ ഉരിഞ്ഞു കളഞ്ഞ് യേശു ക്രിസ്തുവിനുള്ള പുതിയ മനുഷ്യനെ, അല്ലെങ്കിൽ യേശുവിന്റെ മനസ്സ്, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ വികാരങ്ങള്, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മള് പുതു മനുഷ്യനായിട്ട് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. तो इसके लिए हमारा पुराना मनुष्य का स्वभाव को, पुराना मनुष्य को उतार फेंक कर नया मनुष्य जो यीशु मसीह स्वयं है, उनका जो मन है, उनका जो दया, करुणा, भलाई, दीनता का स्वभाव का जो नया मनुष्य का गुण है, उसको धारण करके आज हम जी रहे हैं. അപ്പോൾ നമ്മളെ 1 Corinthians 15:42 നമ്മുടെ ശരീരത്തെ കുറിച്ച് പറയുന്നുണ്ട്. पहला कोरिन्थी 15 का 42 पढ़ते समय में हमारे शरीर के बारे में वहां पर कहा है, നമ്മൾ മരിക്കുമ്പോൾ, हम लोग मर जाने के बाद, അല്ല, മരിക്കുമ്പോൾ നമ്മൾ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. കാരണം ഒരു ജീർണിച്ച ശരീരമാണ്. കാരണം നമ്മുടെ പ്രായം കൂടി, നമ്മളെ ശരീരം മരിച്ചു കഴിഞ്ഞ് അഴുകുന്നതിനെ കുറിച്ചല്ല, പിന്നെയോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രായപൂർത്തിയായി നമ്മൾ പിന്നെ വൃദ്ധന്മാരായി തീരുന്നതിനെയാണ് ദ്രവത്വം എന്ന് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തുവിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. तो उधर हमारा शरीर के विषय में देखो, शरीर जो है नाशवान दशा में ही बोया जाता है. ऐसा नहीं है कि देखो एक शरीर को गाड़ने के बाद वो नाश होता है, ऐसा करके नहीं लिखा है. शरीर क्या है? नाशवान अवस्था में, मतलब वो मनुष्य जब इस शरीर में जीते समय में ही वो कैसा जी रहा है? एक नाशवान दशा में ही जिया जा रहा है. നമ്മൾ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. तो हम लोग उस नाशवान सड़ाहट का दशा में ही हम लोग बोया जा रहा है, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. और फिर अविनाशी रूप में हम जी उठेंगे. എന്നാൽ യേശുവിന്റെ മരണം അങ്ങനെ ആയിരുന്നില്ല. യേശുവിന്റെ ശരീരം മരണം കീഴടക്കിയായിരുന്നില്ല. പിന്നെയോ യേശു മരണത്തെ കീഴടക്കുകയായിരുന്നു. മരണത്തെ കീഴടക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റു. परंतु यीशु का शरीर ऐसा नाशवान दशा में बोया जाकर मर गया, ऐसा नहीं था, क्योंकि यीशु का शरीर कभी भी नाशवान शरीर नहीं था, बल्कि यीशु ने खुद, तो इसलिए यीशु मृत्यु कभी भी यीशु को पकड़ नहीं पाया, उल्टा यीशु ने मृत्यु को पकड़कर उसको हराकर मृत्यु पर विजय पाया. അവൻ മരണത്തെ ജയിച്ച ജയമാണ് നമ്മുടെ ജയം. അതാണ് നമുക്ക് പുനരുത്ഥാനം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ മരിക്കുമ്പോൾ, നമ്മൾ ഒരു ദിവസം കാഹളം ധരിക്കുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്, ദ്രവത്വത്തിൽ നിന്നും അദ്രവത്തിലേക്ക് നമ്മൾ മാറുന്നത്, അത് ധരിക്കുന്നത് വസ്ത്രം പോലെ. ഇന്ന് നമ്മൾ കാണുന്ന ശരീരമല്ല, അത് ഉരിഞ്ഞു കളഞ്ഞു. അത് ഉരിഞ്ഞു കളഞ്ഞിട്ട് യേശുവിന്റെ ശരീരം, നിത്യമായ ശരീരം, ആ ശരീരമാണ് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. तो उन्होंने जो मृत्यु पर विजय पाया है वही हमारा विजय है, उसी के द्वारा, उसी में हमारा विश्वास आधारित है. तो क्योंकि प्रभु ने विजय प्राप्त करके दिया, उन्होंने हमें वही पुनरुत्थान का देह को जो हमें दिया गया है, जो एक दिन हम लोग पुनरुत्थान के दिन में जब रूपांतर होकर तुरैया फूकी जाते समय में सभी नया जन्म पाया हुआ विश्वासी लोग रूपांतर होकर उसी जो जिसमें जो नाशवान जो अविनाशी शरीर को धारण करके हम लोग सब प्रभु की उपस्थिति में रैप्चर में प्रकट होंगे. നമ്മുടേതാണ് പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു. हमारा हमारा जो है एक स्वाभाविक शरीर है,
वो स्वाभाविक देह जो है बोया जाता है। എന്ന് പറഞ്ഞാല് ഭൂമിയിൽ മണ്ണുകൊണ്ടുള്ള ശരീരം. तो स्वाभाविक देह मतलब कैसा है? दुनिया से, भूमि से लिया हुआ, मिट्टी से लिया हुआ। അത് മരിച്ചാൽ ഉടനെ തന്നെ അത് ജീർണിക്കുന്നു, അത് മണ്ണിന്റെ വളമായി തീരുന്നു. യേശുവിന്റെ ശരീരം അങ്ങനല്ല. तो ये मिट्टी का शरीर मरने के बाद तुरंत क्या हो गया? मिट्टी में मिल जाता है, मिट्टी के साथ एक हो जाता है। लेकिन यीशु का शरीर वैसा नहीं है। അപ്പൊ യേശുവിന് അനന്ത നിത്യമായ ആ ശരീരമുള്ളവനാണ്. അവന്റെ രക്തത്തിന് മൂല്യതയുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ അനന്തമായ ദൈവത്തോട് ചെയ്ത പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുകയുള്ളൂ. यीशु मसीह जब इस दुनिया में आते समय में उसका आत्मिक देह से वो आया है। उसका आत्मिक देह का खासियत क्या है? उसको अनंतता का मूल्यता है। इसलिए उनका लहू को भी जो उसने क्रूस पर बहाया गया था, उसको अनंत काल का मूल्य होने की वजह से वो हमारे छुटकारा का दाम परमेश्वर को देकर हमें अनंत काल का दंड से बचाकर अनंत काल का उद्धार दिया। കർത്താവ് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ ശരീരമാണ് ജീവന്റെ അപ്പം, എന്റെ രക്തമാണ് സാക്ഷാൽ പാനീയം. ഈ അപ്പം തിന്നുകയും ഈ വീഞ്ഞു കുടിക്കുന്നു, എന്റെ ശരീരം മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ ദ്രവിച്ചു പോകുന്നതാണെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് നിത്യത കിട്ടും? അപ്പൊ യേശു ആരാണ്? അവൻ അനന്തമായ നിത്യനായ പുത്രനാണ്. ആ പുത്രത്വത്തിൽ അവൻ സ്വീകരിച്ച ആ വചനമാകുന്ന ആ വചനത്തോടുകൂടെ, അല്ലെങ്കിൽ അവൻ ഏൽപ്പിച്ചു കിട്ടിയ ശരീരം, അതാണ് പിതാവിനോട് പറയുകയാണ്, ഒരു ശരീരം നീ എനിക്ക് തന്നിരിക്കുന്നു അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആത്മരക്ഷയുടെ മുഖാന്തരം മുഴുവനും യേശുവിന്റെ ശരീരത്തിന്റെ ആ മഹത്വമാണ്, അവന്റെ രക്തത്തിന്റെ മൂല്യമാണ്. അത് മൂല്യതയില്ല എങ്കിൽ നമ്മുടെ രക്ഷ ഒരിക്കലും നിത്യമായിരിക്കത്തില്ല. നമ്മൾ ചെയ്ത പാപത്തിന് അനന്ത മൂല്യത ഉള്ളത് കൊണ്ട്, അങ്ങനെ അനന്ത മൂല്യതയുള്ള ഒരാളല്ല മരിക്കുന്നതെങ്കിൽ, നമ്മൾ പാപപരിഹാരം എത്തുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾ പിന്നെയും നിലനിൽക്കും. നമ്മൾ രക്ഷ പ്രാപിച്ചു എന്ന് പറയുന്നതും സ്ഥാനപ്പെട്ടത് എന്നൊക്കെ പറയുന്നതും ഒരു ഫോഷ്കിന്റെ വിശ്വാസത്തിൽ നിന്നുള്ളവായതാണ്. സത്യവചനം അങ്ങനല്ല. സത്യവചനത്തിൽ വിശ്വസിച്ചാൽ യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും അവൻ മനുഷ്യപുത്രനാണെന്നും, അപ്പം ദൈവപുത്രനും മനുഷ്യപുത്രനും ഒരുമിച്ചൊരു വ്യക്തിയിൽ സമ്മേളിച്ച വ്യക്തിത്വമാണ് കർത്താവായ യേശു. इसलिए यीशु मसीह का देह को शरीर को जानना बहुत जरूरी है। वो आते ही आत्मिक शरीर से वो आया, इस दुनिया में वो जिया और हमें अनंत काल का वो उद्धार दिया। इसी में है सच्चा सुसमाचार बना हुआ है। इसी में है हमारा अनंत काल का उद्धार का विशेषता का सच्चा सुसमाचार, इसी में है। तो हम लोग जब, इसलिए प्रभु ने जब इस दुनिया में रहते समय में कहा, मेरा शरीर जो भोजन है और मेरा लहू पानी है पीने के लिए, जो मुझे खाएगा और जो मुझे पिएगा वो सर्वदा के लिए जिएगा। तो यानी कि, तो अगर प्रभु का शरीर सर्वदा के लिए नहीं होता और उसका लहू सर्वदा के लिए नहीं होता, तो उस पर विश्वास करने से हमें उद्धार, अनंत काल का उद्धार नहीं मिलता था। लेकिन प्रभु ये बात बोलने से वो अनंत है करके बताना चाहता है। पुनरुत्थान के पहले से ही वो अनंत काल का है करके बताने के लिए वो कहा। तो ये सुसमाचार है। जो प्रभु यीशु मसीह पे विश्वास करेगा वो कभी वो नाश नहीं होगा, लेकिन सर्वदा के लिए जिएगा। लेकिन आज हमें मसीह धर्म, मसीह समूह समूह क्या सिखाता है कि कुछ अच्छा कर्म करो या बपतिस्मा लो, ये सब उधर इधर के कर्म करने से तुम लोग को उद्धार मिलेगा करके जो सिखाने वाला ये मसीह समूह झूठ है। लेकिन हमें प्रभु यीशु मसीह ही है जो उद्धार, उस उद्धार पर विश्वास करना, उस पर आश्रय करना ही अनंत काल का छुटकारा है। അപ്പോൾ ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരുന്നത്? एक मनुष्य क्यों है उसको सर्वदा का जो अनंत दंड उसको सहना पड़ेगा? അവൻ നിത്യനായ ദൈവത്തോട് ചെയ്ത അപമര്യാദയാണ്, ദൈവത്തോട് ചെയ്ത പാപം. അത് നിത്യനായതുകൊണ്ട്, ദൈവം നിത്യനായതുകൊണ്ട് അവന്റെ പാപത്തിനും നിത്യതയുണ്ട്. तो क्योंकि मनुष्य ने जब पाप किया, उसने अनंत परमेश्वर की उपस्थिति में, उसने अनंत परमेश्वर के खिलाफ है जो उसने पाप किया है। और क्योंकि ईश्वर परमेश्वर जो अनंत है, वो सजा भी अनंत दंड देता है। क्योंकि इस अनंत परमेश्वर के सामने हमने भले ही छोटा पाप किया हो, लेकिन हमारा पाप सर्वदा के लिए परमेश्वर के सामने टिका रहता है। അതുകൊണ്ട് അനന്ത നിത്യതയുള്ള ഒരു വ്യക്തിത്വത്തിന് മാത്രമേ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മനുഷ്യനെ ദൈവത്തോട് ധരിപ്പിക്കാൻ കഴിയുള്ളൂ. तो इसलिए इस अनंत दंड से बचाने के लिए अगर कोई हमें बचा सकता है, तो वो ऐसा एक व्यक्ति होगा जिसमें अनंतता स्वयं है। इसलिए वो परमेश्वरत्व में ही है। इसलिए यीशु मसीह ने जब मनुष्य बनकर आते समय में, जो स्वयं परमेश्वर है और उसमें मनुष्य भी है, ये दोनों गुण से भरा हुआ एक मनुष्य आकर, एक व्यक्ति बनकर आकर इस दुनिया में आकर हमें अनंत काल का उद्धार दिया, ताकि अनंत दंड से हमें बचा सके। അപ്പൊ കർത്താവ് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു മൂല്യതയെ മനസ്സിലാക്കാതെ വെറുതെ നമ്മള് അഭംഗിയായിട്ട് ഒരു വെറുതെ മാനറില്ലാതെ പങ്കെടുക്കുന്നതൊക്കെയും ഒരുപക്ഷെ നമ്മള് രക്ഷിക്കപ്പെട്ടോ എന്നുള്ളതിന്റെ മൂല്യതയിലെ ചോദ്യം ചെയ്യാൻ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ?
ദൈവത്തിന് മുൻപാകെ സത്യം തുറന്നു പറഞ്ഞ് ആത്മാർത്ഥമായി ഈ രക്ഷിതാവിനെ എന്റെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിത്യനായ പുത്രനെ ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. അവർക്ക് മാത്രമേ നിത്യരക്ഷയുള്ളൂ. इसके लिए प्रियो, हम लोग जब प्रभु मेज की उपस्थिति में आते समय में भी हमारे असलियत को हमें असली 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 अवस्था को हमें समझना है कि उस मेज की उपस्थिति में आते समय में हम लोग ग्रहण करके आते हैं, क्या समझ कर हम आते हैं, क्या सही रीति से योग्य रीति से हम आते हैं, क्या प्रभु को सही रीति से पहचान कर हम आते हैं क्या? अगर अयोग्य रीति से आ रहे हैं, मतलब क्या प्रभु ने किया हुआ कार्य को हम लोग पहचान रहे नहीं है, ऐसा है तो फिर हमें परखना है, जांचना है कि सचमुच हमारा उद्धार हुआ है कि नहीं, क्योंकि हमें उस प्रभु ने जो हमारे लिए किया हुआ कार्य को देखकर पहचान कर स्मरण करके आना ही है योग्य रीति से मेज लेना। ഓരോ മേശ കഴിയുന്തോറും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മൂല്യതയും അവന്റെ ശരീരത്തിന്റെ മൂല്യം, അവൻ ചെയ്ത പ്രവൃത്തിയുടെയും നിത്യതയെ, അനന്തമായ നിത്യതയെ നമ്മൾ വിലയിരുത്തി അതിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആത്മീയൻ എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് നമ്മൾ ആത്മീയൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. एक അതിനെ सच्चा മിനിമൈസ് ചെയ്യുന്ന കഴിയുന്നെങ്കിൽ, എഴുതുന്തോറും അതിനെ നിന്ദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടേതായിരിക്കുന്ന നമ്മുടെ രക്ഷയെക്കുറിച്ച് നമുക്കൊരു ഭദ്രതയില്ല, ഉറപ്പില്ല. നമ്മള് ഒരു അചഞ്ചലമായ മനസ്സോടുകൂടിയാണ് നമ്മുടെ രക്ഷയെ ഉറപ്പാക്കാം. നമ്മുടെ രക്ഷ ഭദ്രമാണ്. കാരണം അനന്തമായ വ്യക്തിത്വമുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയാണ് നമ്മുടെ രക്ഷ. അവൻ നമ്മുടെ കർത്താവും ദൈവവുമാണ്. നമുക്ക് അവനെ വീണ് നമസ്കരിക്കാം, അവനെ ആരാധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. के लिए प्रियो, सच्चा आत्मिक वो है जो परमेश्वर का ईश्वर, इस ईश्वरीय जो अनंतता का जो गुण गुण को सही रीति से पहचान कर आराधना में आते समय में, हर एक आराधना में उस अनंतता के साथ सहभागी होकर प्रभु ने जो हमारे लिए जो किया हुआ कार्य, वो अनंत काल का कार्य है, अनंत काल का उद्धार है, अनंत काल का छुटकारा है। ऐसा हर बात को अनंतता से जोड़कर हमें अनंत दंड से हमें बचाया, अनंत प्रकोप से बचाया। ये सब बातों में हमें प्रभु का उस अनंतता का मूल्यता को समझकर, उसका अनंतता का उस गुण को, विशेषता को, मूल्यता को पहचान कर उसमें बढ़ बढ़कर उसका वैल्यू को और ऊंचा करना, यही है सच्चा आत्मिक जन का जो जो लक्ष्य होना चाहिए। अगर ये नहीं करता तो वो एक शारीरिक दशा में है और वो प्रभु का उस न्याय को वो सही रीति से नहीं पहचानता। इसलिए अब सही पहचान में आए, अपने आप को जांचे और परखे कि हम लोग सचमुच प्रभु का उस अनंतता का वैल्यू को हम लोग उसको वैल्यू दे पा रहे हैं कि नहीं। आए हम लोग इसके लिए सच्चा मन के साथ और पूर्ण इच्छा के साथ प्रभु को पहचानते हुए आराधना के लिए आए और सच्ची में प्रभु को पहचाने और समझे कि उन्होंने हमारे लिए क्या किया है। प्रभु हम सबको सहायता करे, आमेन। നമ്മുടെ ദേഹിയിലെ ദ്രവത്വം നമ്മളെ ഉരിഞ്ഞു കളഞ്ഞ് യേശുക്രിസ്തുവിന്റെ ദേഹിയിലെ ജീവൻ, നിത്യജീവൻ പ്രാപിച്ച് അങ്ങനെ ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ ഈ ദ്രവത്വമുള്ള ശരീരം ഉരിഞ്ഞു കളഞ്ഞ് യേശുവിന്റെ അതേ ശരീരം നമ്മൾ ധരിക്കും. ഈ മഹത്വ പ്രത്യാശയ്ക്കായി ദൈവത്തിന് സ്തോത്രം. इसलिए आज हमारा प्राण का उद्धार के विषय में हम लोग क्या करते हैं, हमारा प्राण का उद्धार के लिए हमारा प्राण जो जो सड़ रहा है, जो नाशवान अवस्थे में है, उसको उतार कर फेंक कर नया मनुष्य जो यीशु मसीह का प्राण के साथ हम लोग सहयोगी कर कर उसमें एक होकर उनके प्राण में जो जिसमें कभी जो नाशवान नहीं है, जो जो अविनाशी है, जो सड़ता नहीं है, ऐसा गुण से भरा हुआ प्रभु का प्राण के साथ एक होते होते प्राण के उद्धार में बढ़ते बढ़ते एक दिन जब तुरैया फूकी जाएगी तो क्या होगा, हम भी प्रभु के शरीर के समान, जैसा प्रभु का शरीर अनंतता का है, महिमा से भरा हुआ, चमकने वाला, तेजों में भरा हुआ, उस शरीर के साथ हम एक हो जाएंगे। क्योंकि आज हम लोग प्रभु के साथ एक होकर बढ़ रहे हैं, उस विषय में हम लोग सब लोग आगे बढ़ते रहे। Praise the Lord. प्रेज द लॉर्ड। प्रभु हम सबको നമുക്ക് सहायता പ്രാർത്ഥിക്കാം. करें।